നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യ പ്രജകൾ ഈ ലോകത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ് ആദ്യ ഭാഗം. അവർ ഭൂമിയുടെ ഉപ്പായിരിക്കും. ഉപ്പ് ദാഹം വരുത്തുന്നതും രുചിപ്പിക്കുന്നതും ഔഷധവും വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതുമാണ്. മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ദാഹം വരുത്താൻ അവർക്ക് കഴിയും. മാന്യത്തോടുകളിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്നാണ് നമ്മൾ 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ദൈവത്തെ കിട്ടാനുള്ള, ദൈവത്തെ പ്രാപിക്കാനുള്ള ഒരു ആത്മദാഹം ഉണ്ടായിരിക്കണം. അതാണ് സ്വർഗരാജ്യ പ്രജകൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തെയാണ്, അല്ലാതെ വീടോ അല്ലെങ്കിൽ ആരോഗ്യമോ പണമോ അല്ല. ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് ദൈവത്തെയാണ് എന്നാണ് അവർ പറയുന്നത്. ആ ദൈവത്തെക്കുറിച്ചുള്ള വാഞ്ച, ദൈവത്തിനായിട്ടുള്ള ഒരു ദാഹം ആളുകൾക്കുണ്ടാകുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിരിക്കണം എന്ന് ദൈവരാജ്യ പ്രജകളോട് യേശു പറയുന്നത്. അതുപോലെ അവരുടെ വാക്കുകൾ ആളുകളെ രുചിപ്പിക്കും. അവരുടെ സംസാരത്തിന് മാറ്റമുണ്ടാകും. അവർ മറ്റുള്ളവർക്ക് ഔഷധം പോലെ പ്രയോജനപ്പെടും. മറ്റുള്ളവരെ നരകത്തിൽ വീഴാതെ കേടുകൂടാതെ സ്വർഗരാജ്യത്തിൽ സൂക്ഷിക്കാൻ അവരുടെ വാക്കുകൾക്കും ജീവിതത്തിനും സാധിക്കും. പക്ഷേ അതിന്റെ മറുവശം കൂടെ യേശു പറയുന്നുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ ചവിട്ടാനേ ഉപകരിക്കൂ. വിശ്വാസി എപ്പോഴും ദൈവകൃപ നഷ്ടമാകാതെ നിഗളിക്കാതെ ഇരിക്കണം, അല്ലെങ്കിൽ ബാലശിക്ഷ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്, ലോകത്തിന് വെളിച്ചം ആണ്. മലമേലിരിക്കുന്ന പട്ടണം അത് എല്ലാവരും കാണാനിടയായിത്തീരും. അത് വെളിച്ചമുള്ളപ്പോഴേ സാധിക്കൂ. അപ്പൊ നാം സമൂഹത്തെ പ്രകാശിപ്പിക്കണം. അതാണ് അതിലെ ഒന്നാമത്തെ ആശയം. രണ്ടാമത് പറഞ്ഞത്, ഈ വെളിച്ചം, ഒരു വിളക്ക്, അത് ഒരു വീട്ടിൽ പറയുടെ അടിയിൽ വെക്കരുത്, പറയുടെ മുകളിൽ വെക്കണം. മറ്റൊരു ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ വെളിച്ചം അത് പാത്രം കൊണ്ട് മൂടരുത്, അത് നിങ്ങളുടെ കട്ടിലിന്റെ കീഴെ വെക്കരുത്, കട്ടിലിന് മീതെ വെക്കണം. നിങ്ങളുടെ അറയിൽ വെക്കരുത്, അറയ്ക്ക് മീതെ. അതായത് നിങ്ങളുടെ നിക്ഷേപത്തിനു മീതെ, നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് ഉറക്കത്തിനു മീതെ, നിങ്ങളുടെ ഭക്ഷണത്തിനു മീതെ, നിങ്ങളുടെ കാർഷിക അല്ലെങ്കിൽ ബിസിനസ്സിനു മീതെയൊക്കെ ആയിരിക്കണം നമ്മുടെ ആത്മീയ വെളിച്ചം യേശു പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമൂഹ്യമായി കർത്താവിനെ ഉയർത്തണം. വീട്ടിലും ആത്മീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ വെളിച്ചം പകർത്താനായിട്ട് സാധിക്കണം. അല്ലെ, അത് സാധിക്കും. നാം നല്ല പ്രവൃത്തികളാൽ പ്രകാശം ഉള്ളവരായാൽ അത് ജനങ്ങൾ കണ്ട് സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തുവാനിടയാകും.
അയ്യോ, ഇതുപോലെ ദൈവത്തിന് രൂപാന്തരം വരുത്താൻ കഴിയുമല്ലോ എന്ന് ആളുകൾ ചിന്തിക്കാൻ ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, പല ആളുകളുടെയും മാനസാന്തരം കണ്ടിട്ട് അവരുടെ നല്ല ജീവിതം, സംസാരം, പെരുമാറ്റം, നോട്ടം, മനോഭാവം ഒക്കെ കണ്ടിട്ട് ആളുകൾ ദൈവത്തെങ്കിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് അതൊരു ഇവാഞ്ചലിസമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായിട്ടും ആളുകളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് കാരണമാകും. അവസാനമായി ന്യായപ്രമാണത്തിന്റെ മഹത്വമാണ് കർത്താവ് പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകുകയില്ല. യേശുവിന്റെ ഉപദേശങ്ങൾ കേട്ട ആളുകൾ യേശു ന്യായപ്രമാണത്തിന് എതിരാണ് പറയുന്നതെന്ന് ചിന്തിച്ചു, ന്യായപ്രമാണത്തെ നീക്കാനാണ് വന്നതെന്ന് ചിന്തിച്ചു. പക്ഷെ യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണ് എന്ന് പറഞ്ഞാൽ, ഇതുവരെ ആർക്കും ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അത് ആളുകൾക്ക് കൊടുത്ത മോശയ്ക്ക് പോലും ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ശരിയായ അർത്ഥത്തിൽ പാലിക്കാനായി സാധിച്ചില്ല. പക്ഷേ അത് ശരിയായ അർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ച നിലയിൽ അത് പാലിച്ച് കാണിക്കാനാണ്, അത് നിവർത്തിച്ച് കാണിക്കാനാണ് താൻ വന്നത് എന്നാണ് യേശു പറഞ്ഞത്. അതായത് അതിന്റെ ശരിയായ വ്യാഖ്യാനം പഠിപ്പിക്കാനും ആളുകളെ സ്വർഗരാജ്യ അവകാശികളും ആക്കുവാനുമാണ് യേശു വന്നത്. അതുകൊണ്ടാണ് യേശു ഒട്ടും മറച്ചു വയ്ക്കാതെ ദൈവവചനം പഠിപ്പിച്ചത്. നമ്മളും അങ്ങനെ തന്നെ ഇതിലെ ഒരു വള്ളിയോ പുള്ളിയോ അഴിക്കാൻ ഇടയാകാതെ അതിനെ അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിക്കണം എന്നാണ്. യേശു പിന്നീട് യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളെ വിമർശിക്കുകയുണ്ടായി. ഇന്ന് ക്രൈസ്തവ കോളത്തിൽ സമ്പ്രദായങ്ങളാണ്. പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ആചരിച്ചു പോരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാര് അത് ആചരിച്ചു പോരുന്നു. പക്ഷെ അത് ബൈബിളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല. അവർ വാസ്തവത്തിൽ ദൈവവചനത്തെ അഴിച്ചിട്ട് അതിനെ ലഘുവാക്കി അതിനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, ന്യായപ്രമാണത്തെ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ബൈബിളിനെ അങ്ങനെ തന്നെ പഠിപ്പിക്കാൻ ഒരു സ്വർഗരാജ്യ അവകാശിക്ക്, രക്ഷിക്കപ്പെട്ടവന് സാധിക്കണം. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും. അതാണ്. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അവർ ചെറിയവർ എന്ന് വിളിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.